ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് കൽക്കിയാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന റിവ്യൂ എൻ്റെ ആയിരിക്കും. എനിവേ കണ്ടവരാണെങ്കിൽ പോലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലാത്തൊരു സിനിമയായിരുന്നു. കാരണം ഇതിന്റെ തുടക്കത്തിൽ കുറച്ച് വിഷ്വൽസ് ഉണ്ട്. ആ വിഷ്വൽസ് കണ്ടപ്പോൾ കിട്ടിയൊരു ഇമ്പാക്ട് പിന്നീട് അങ്ങോട്ട് പോകും തോറും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് മറ്റൊരു ആദിപുരുഷനുള്ള വകുപ്പായിട്ട് വരുവാണോ എന്ന് തോന്നി. പക്ഷേ അതിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി, അതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി, ആ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അവർ എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആദിപുരുഷനെയൊക്കെ എടുത്ത് കിണറ്റിയിടാൻ തോന്നിയത്. അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന കക്ഷീനെയാണ്. ആ പുള്ളിക്കാരന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. അത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന ഭാഗമാണ്. ആ സംഭവത്തിനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണണം. അത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. കാരണം സ്റ്റാർട്ടിങ് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആ സാധനങ്ങളൊന്നും മിസ് ചെയ്യരുത്. ആ സാധനങ്ങളൊക്കെ കണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് വരുന്തോറും ഓരോരോ കഥാപാത്രങ്ങളായിട്ട് ഇങ്ങനെ റിവീൽ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ്. പക്ഷെ ഞാൻ കരുതി പ്രഭാസൊക്കെ വരുമ്പോഴത്തേക്ക് സംഭവം കയറി കൊളുത്തു. പക്ഷെ പ്രഭാസ് വന്ന് ചുമ്മാ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണോ എന്തൊക്കെയോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളായിട്ട് വരുന്നു. പിന്നീട് കഥയ്ക്ക് ചെറിയ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നു. ആ ഗ്രോത്തിലൂടെ പിന്നെ അങ്ങോട്ട് പോണത് ഈ കാട്ടുതീക്ക് മുമ്പുള്ള ചെറിയ കനല് പറത്തലായിരുന്നെന്ന് മനസ്സിലായില്ല. അതായത് ഇന്റർവെല്ലിന്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് പോർഷൻസിൽ അങ്ങോട്ട് ഈ തീ പടരും. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇങ്ങനെ കാട്ടുതീ ഇങ്ങനെ ആട്ടി ഒലഞ്ഞങ്ങ് കത്തി പടരെയാണ്. അമ്മാതിരി വിഷ്വലൈസേഷൻ, അമ്മാതിരി മേക്കിംഗ്, അതുപോലത്തെ സെറ്റപ്പ് സ്ക്രിപ്റ്റിംഗ്, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫിലെ ആ ഒരു ലോ ലെവലിൽ നിന്നത് സെക്കൻഡ് ഹാഫിൽ അതിന്റെ 10 മടങ്ങ് ഹൈ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നാഗേഷിന്റെ ഈ ഒരു മേക്കിംഗ് ക്വാളിറ്റി ഇതിനേക്കാൾ ഗംഭീരമാവണം നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും കിടിലമൊക്കെ ഇങ്ങനെ ഇനിയും പറ്റും. ഒരു സിനിമയ്ക്ക് ഓഡിയൻസ് എന്താവശ്യപ്പെടുന്നോ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇത് ഫീൽ ചെയ്യണം എന്ന് അറിഞ്ഞ് കണ്ട് വേണമെന്ന് വെച്ച് നല്ല ഒന്നാം തരം വർക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. കാരണം ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചില ഇടങ്ങളിൽ വന്നിട്ട് ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്ത്. കാരണം ആ സിനിമയ്ക്ക് അവിടെ കിട്ടേണ്ടിയിരുന്ന ഒരു പഞ്ച് ഇതല്ല. ഇതിനേക്കാൾ അപ്പുറം കിട്ടേണ്ട ഒരു സാധനമാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ആ BGM അത്ര സുഖമില്ലാതെ പലയിടങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പെർഫോമൻസ് വൈസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അമിതാഭ് ബച്ചൻ ഒരു രക്ഷയില്ല. അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിനെ അങ്ങ് ചെയ്ത് നാളിച്ച് അങ്ങേരുടെ ആ ഒരു അപ്പിയറൻസിന് പറ്റിയ ഒരു കഥാപാത്രം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അമിതാഭ് ബച്ചനെ ഇങ്ങനെ ഇതേപോലത്തെ ഒരു പുരാണ കഥാപാത്രമായിട്ട് കൊണ്ടുവന്നത് സൈറ നരസിംഹ റെഡ്ഡിയിലാണോ എന്നറിയില്ല. അങ്ങനെ ഏതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടിരുന്നു. ആ സിനിമയിൽ കൊണ്ടുവന്നിട്ട് ചുമ്മാ ഒരു കാര്യമില്ലാത്ത രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് പോയി. പക്ഷെ ഈ സിനിമയിലോട്ട് കൊണ്ടുവന്നപ്പോ ഇങ്ങനെ വെറുതെ ആക്കൂല എന്നുള്ളത്, അത് ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. കാരണം ആ മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചുമ്മാ ഒരു കഥാപാത്രം കൊടുത്ത് അപമാനിച്ചു വിടാൻ എന്തായാലും നാഗേഷൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നല്ല വെടിപ്പായിട്ട് ആ സിനിമയിലെ ഏറ്റവും ടോപ്പ് നോച്ച് കഥാപാത്രമായിട്ട് അശ്വത്ഥാമാവിനെ അയാൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതില് പ്രഭാസിനെ ഇങ്ങനെ ചുമ്മായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അയാളുടെ കഥാപാത്രത്തിന്റെ ഒരു ഗ്രോത്ത്, അതുപോലെ ദീപിക പദുകോണിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചുമ്മാതാക്കിയില്ല, അവർ അതിനേക്കാളും കിടിലമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ശോഭന കൊണ്ടുവന്നു, നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഏരിയ കൊടുത്തു. അതുപോലെ തന്നെ അന്നാബൻ, എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിന് ആ ഒരു കഥാപാത്രം നന്നായിട്ട് സ്യൂട്ടായിട്ടുണ്ട്. പിന്നെ പശുപതി പുള്ളിക്കാരനും അത്യാവശ്യം ചെയ്യാനുള്ള കുറച്ച് പോർഷൻസേ ഉണ്ടായിരുന്നുള്ളൂ, അതും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ പുള്ളിക്കാരനെയും കൊണ്ടുവന്നു. പക്ഷെ അയാൾക്ക് ഇനിയും എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അത് അടുത്ത ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ മറ്റൊരു സാധനം, ദ ജൈൻജാന്റിക് ബോംബ് കമൽഹാസൻ സ്റ്റാർട്ടിങ്ങിൽ കശീനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ താനോസിനെയൊക്കെ പ്ലേസ് ചെയ്യുന്ന പോലെ ഒരു ഗംഭീര വില്ലൻ ഉണ്ടറാ ഇങ്ങനെ പറഞ്ഞു ആ ഒരു വില്ലൻ ഇങ്ങനെ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന ഒരു വരക്കമുണ്ട്. ഒരു രക്ഷയില്ല. ആ വിഷ്വലിന് എന്റെ മോനെ കൈയടിച്ചു എന്നല്ല, തീ മാറിപ്പോയി തലയെ കൂടെ കേൾക്കണ.
അമ്മാതിരി ഫീലായിരുന്നു. ഈ സിനിമയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിനെ ഇങ്ങനെ പലയിടങ്ങളിലും കുറച്ചിട്ടിട്ട് പിന്നെ കളയും, കുറച്ചിട്ടിട്ട് പിന്നെയും കളയും. ആ സാധനം കൊണ്ടുവന്ന് വെക്കുന്ന ഒരു വെപ്പുണ്ട്, തരിപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി തരിപ്പ്. അതുവരെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്ന തിയേറ്ററെ കത്തിയ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. കത്തി പടരുമായിരുന്നു ആ സീനിലൊക്കെ. അസാധ്യം. എന്തൊരു മേക്കറാണ് ഈ നാഗേശ്വൻ എന്ന് പറയുന്നത്. ഗംഭീര മേക്കറാണ്. അയാൾക്ക് അയാൾക്ക് ഈ സിനിമ അത്രയും വേണമെന്ന് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. 100% ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ വാർസ് ഉണ്ട്, മാഡ് മാക്സ് ഫ്യൂരി റോഡ് ഉണ്ട്, അവഞ്ചേഴ്സ് ഉണ്ട്, ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി ഉണ്ട്. അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകൾ. പക്ഷേ ഇപ്പൊ വക്കണ്ട, നമ്മുടെ ബ്ലാക്ക് പാന്തർ, ഈ സാധനമൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ എങ്ങനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഇതിഹാസങ്ങളെ കണക്ട് ചെയ്തിട്ട് ഈ സാധനത്തിനെ പ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഓക്കെ, അക്സെപ്റ്റഡ്. ബട്ട് ആ സ്ക്രിപ്റ്റ് വൈസ് ഇതിനെ പ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് തരുന്നൊരു എനർജറ്റിക് ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ അമിതാഭ് ബച്ചനും പ്രഭാസും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതൊക്കെ പൊളി സാധനമായിരുന്നു. അവിടുത്തെ CG വർക്ക് ആണെങ്കിലും എല്ലാം മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ചില ഇടങ്ങളിലെ ആർട്ട് വർക്കുകൾ കൂറായിട്ട് ഫീൽ ചെയ്തു. മീൻസ് ആ ഒരു സാധനം. പക്ഷെ ഇത്രയും വലിയ പോസിറ്റീവുകൾക്കിടയിൽ ഇതിനെയൊന്നും ഒരു നെഗറ്റീവായിട്ട് കാണാനേ തോന്നിയില്ല എന്നുള്ളതാണ് 100% മനസ്സുകൊണ്ട് പറയുന്ന ഒരു സത്യം. കാരണം ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ട് ഈ ചെറിയ പിഴവിനെയൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞിട്ട് അതൊരു തെറ്റായിപ്പോയി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത്രയും അയാൾ ചെയ്തു എന്ന് പറയുന്നതിന് ഒരു സല്യൂട്ട് അടിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും നാഗശ്വൻ ഇതിന്റെ അടുത്ത ഭാഗം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിന്റെ 10 അല്ല 100 മടങ്ങ് ഗംഭീരമാക്കാൻ നിങ്ങൾക്ക് ഇനിയും സാധിക്കും. അത് ഇനിയും ചെയ്യണം. അങ്ങനെയുള്ളൊരു കഥാ പരിസരമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു ഫ്രാഞ്ചൈസി പോലെ ഇതിനെ കൊണ്ടുപോയാൽ പോലും അത്രയും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര വർക്ക്. സോ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം, മസ്റ്റ് വാച്ച് ആണ്. തിയേറ്റർ വാച്ചിന് പറ്റിയ കിടിലൻ ഒരു സിനിമയാണ് കൽക്കി. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിഷ്വൽ ക്വാളിറ്റി, നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള തിയേറ്റർ തന്നെ തിരഞ്ഞെടുക്കുക. എനിക്ക് 2D ആണ് കാണാൻ പറ്റിയത്. ബട്ട് 3D കിട്ടുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ ഇല്ല. അപ്പോൾ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4 ഔട്ട് ഓഫ് 5 ആണ്. മസ്റ്റ് വാച്ച് ആയിട്ട് ഞാൻ പറയും. കാരണം ഒരു എന്റർടൈനർ സിനിമയ്ക്ക്, ഇത്രയും അടിപൊളിയായിട്ട് എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തൊരു സിനിമയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ തന്നെ അതിന്റെ റെസ്പോൺസ് ഓഡിയൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കണം. കൂടുതലൊന്നും പറയുന്നില്ല, ധൈര്യമായിട്ട് തിയേറ്ററിലോട്ട് വിട്ടോ, ടിക്കറ്റ് എടുത്തോ, പടം കണ്ടോ, എക്സ്പീരിയൻസ് ചെയ്തോ. തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസോട് വീണ്ടും കാണാം. അതുവരേക്കും